പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ താൽക്കാലിക ശമനമുണ്ടായതിനു പിന്നാലെ ദുബായ്, അബുദാബി എന്നിവിടങ്ങളിലെ വിമാന സർവീസുകൾ സാധാരണ നിലയിലായി. അതേസമയം ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ചില സർവീസുകൾ വിവിധ കമ്പനികൾ റദ്ദാക്കിയിട്ടുണ്ട്. മേഖലയിലെ സുരക്ഷാ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ നയതന്ത്ര തലത്തിൽ താൽക്കാലിക ശമനമുണ്ടായെങ്കിലും സുരക്ഷാ സാഹചര്യം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. എന്നിരുന്നാലും യുഎഇയിലെ പ്രധാന വിമാനത്താവളങ്ങളായ ദുബായ് ഇന്റർനാഷണൽ, അബുദാബിയിലെ സയ്യിദ് ഇന്റർനാഷണൽ എന്നിവിടങ്ങളിലെ വിമാന സർവീസുകൾ സാധാരണ നിലയിലെത്തിയിട്ടുണ്ട്. അതേസമയം ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ ഗൾഫ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള ചില സർവീസുകളിൽ വിവിധ വിമാന കമ്പനികൾ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് വിമാനത്തിന്റെ നിലവിലെ സ്ഥിതി പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഇത്തിഹാദ് എയർവേസ് അബുദാബി, ബഹ്റൈൻ സർവീസുകൾ ഇപ്പോഴും നിർത്തിവച്ചിരിക്കുകയാണ്. അബുദാബി, കുവൈറ്റ് റൂട്ടിലെ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. അതോടൊപ്പം സർവീസുകൾ എപ്പോൾ പുനരാരംഭിക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. ഫ്ലൈ ദുബായും നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയത് പുനഃസ്ഥാപിച്ചിട്ടില്ല. അതേസമയം 2026 ഒക്ടോബർ അവസാനം വരെയുള്ള എല്ലാ ഷെഡ്യൂൾ മാറ്റങ്ങളും ബുക്കിംഗ് സംവിധാനത്തിൽ പുതുക്കിയതായി സൗദി അറിയിച്ചിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻപ് വിമാനത്തിന്റെ സ്റ്റാറ്റസ് നിർബന്ധമായും പരിശോധിക്കണമെന്ന് കമ്പനി നിർദ്ദേശിച്ചു. ബഹ്റൈൻ, എർബിൽ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ഖത്തർ എയർവേസ് ജൂലൈ 31 വരെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അതിനിടെ യുഎഇയിലെ വിമാനത്താവളങ്ങൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മേഖലയിലെ സുരക്ഷാ സാഹചര്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. യുഎഇ, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, ഗൾഫ് ഓഫ് ഒമാന്റെ ചില ഭാഗങ്ങൾ എന്നിവയ്ക്ക് മുകളിലൂടെ സർവീസ് നടത്തുന്ന വിമാനങ്ങൾക്ക് നൽകിയ സുരക്ഷാ മുന്നറിയിപ്പ് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി ഓഗസ്റ്റ് 31 വരെ നീട്ടി. വിമാന റദ്ദാക്കലുകൾ, വ്യോമപാത അടച്ചിടൽ, യാത്രാ തടസ്സങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ യാത്രക്കാരും വിമാന കമ്പനികളുടെ അറിയിപ്പുകൾ നിരന്തരം പരിശോധിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.